ഇത്തവണത്തെ ക്രിസ്മസ് ബോക്സ് ഓഫീസ് എടുത്തു നോക്കിയാൽ കേരളത്തിൽ ഏറ്റുമുട്ടുന്നത് 3 പ്രധാന സിനിമകളാണ്. 2 മലയാള സിനിമകളും ഒരു ഇംഗ്ലീഷ് സിനിമയുമാണ്. ഇംഗ്ലീഷ് സിനിമ സാക്ഷാൽ അവതാറിന്റെ 3ാം ഭാഗമാണ്. ജെയിംസ് കാമറൂൺ ആണ് ഒരുക്കുന്നത്. അവതാർ ഫ്രാഞ്ചൈസിലെ 3ാമത്തെ ചിത്രം ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രേക്ഷകരുടെ പിന്തുണയുണ്ടാവും. വലിയ റിലീസൊക്കെയാണ് അവതാറിന് കേരളത്തിലും. എപ്പോഴോ ബുക്കിംഗ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്, പക്ഷെ വലിയ രീതിയിലുള്ള ഒരു ബുക്കിംഗ് ഒന്നും വന്നിട്ടില്ല. രണ്ടാമത് വരുന്ന ചിത്രം എന്ന് പറയുന്നത് മോഹൻലാലും ദിലീപും ഒന്നിക്കുന്ന ഭയം ഭക്തി ബഹുമാനമാണ്. ഗോകുലം ഗോപാലനാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അദ്ദേഹം തന്നെയാണ് സിനിമ തിയേറ്ററിൽ എത്തിക്കുന്നതും. മലയാളത്തിൽ റിലീസാവുന്ന ഏറ്റവും ഹൈപ്പുള്ള ക്രിസ്മസ് പടവും ഭയം ഭക്തി ബഹുമാനമാണ്. മോഹൻലാൽ കൂടെ ഭാഗമാവുന്നത് കൊണ്ട് വലിയ ഇനീഷ്യൽ കളക്ഷൻ ഉണ്ടാവും. സിനിമ ഒരു കളർഫുൾ മാസ് ആക്ഷൻ എന്റർടൈനർ ആണ്. ആരാധകർക്ക് ഏറെ പ്രതീക്ഷയുള്ള ലാലേട്ടൻ ദിലീപ് ചിത്രമാണ് ഭയം ഭക്തി ബഹുമാനം. സിനിമയുടെ സെൻസർ എന്ന് കഴിഞ്ഞു, ബുക്കിംഗ് ഒന്നും ആരംഭിച്ചിട്ടില്ല. മൂന്നാമത്തെ ചിത്രം സർവമായാണ്. നിവിൻ പോളി ഒരു ഇടവേളയ്ക്ക് ശേഷം മികച്ചൊരു ചിത്രവുമായി തിയേറ്ററിൽ എത്തുന്നു എന്നുള്ളൊരു പ്രതീതിയാണുള്ളത്. അഖിൽ സത്യനാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത്. വളരെയധികം പ്രതീക്ഷയുള്ള നിവിൻ പോളിയുടെ ഒരു സിനിമ കൂടെയാണ്. ഈ 3 ചിത്രങ്ങളിൽ ഏതായിരിക്കും ബോക്സ് ഓഫീസ് കീഴടക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ ഇനീഷ്യൽ നേടാൻ സാധ്യതയുള്ളത് ഭയം ഭക്തി ബഹുമാനമാണ്. ആഗോള ബോക്സ് ഓഫീസിലും ആ ഒരു നിലയ്ക്ക് സർവമായേക്കാൾ ഇനീഷ്യൽ കളക്ഷൻ എടുക്കും. കേരള ബോക്സ് ഓഫീസിൽ അവതാറിന്റെ പ്രകടനം എന്തായാലും എല്ലാവരും ഉറ്റുനോക്കുന്നതാണ്. അവതാർ 1 ഗംഭീര വിജയമായി വലിയ കളക്ഷൻ എടുത്തിരുന്നു. അവതാർ 2ന് അത്രത്തോളം കളക്ഷൻ നേടാൻ കഴിഞ്ഞിരുന്നില്ല. എങ്കിലും അവതാർ 3 ഗംഭീരമാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. നിവിൻ പോളിയുടെയും ദിലീപിന്റെയും കരിയറിലെ നിർണായക ചിത്രങ്ങളാണ് ഭയം ഭക്തി ബഹുമാനവും സർവമായും. ഏത് സിനിമയാവും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുക എന്ന് കാത്തിരുന്ന് കാണാം.